ഇപ്പോൾ ആരംഭിക്കുകയാണ് പശ്ചിമേഷ്യൻ യുദ്ധം. അതിൻ്റെ പരമോന്നതിയിലാണ് എന്ന് വേണം കരുതാൻ. കാരണം ഇറാന്റെ വലിയ ഭീഷണി ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഉണ്ടാകുന്നു. 48 മണിക്കൂറിനുള്ളിൽ ഇറാനെ തീർക്കുമെന്ന്, പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നു. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. തലക്കെട്ടുകൾ. 48 മണിക്കൂറിനുള്ളിൽ ഹോർമുസ് തുറന്നില്ലെങ്കിൽ ഇറാൻ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാകുമെന്ന് ട്രംപ്. ലോകത്തിന്റെ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുമെന്ന് നെതന്യാഹു. ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കും. ഏറ്റവും വലിയ ഊർജ്ജ കേന്ദ്രത്തിൽ നിന്ന് തന്നെ ആക്രമണം തുടങ്ങുമെന്നും ട്രംപിന്റെ ഭീഷണി. ട്രംപിന്റെ അന്ത്യശാസനത്തിന് പിന്നാലെ ആക്രമണം കടുപ്പിച്ച് ഇറാൻ. ഹോർമുസ് ദ്വീപിന് സമീപം US പോർ വിമാനം വീഴ്ത്തി. മിസൈൽ അയച്ചു തകർത്തത് F-15. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ട്രംപ് പ്രകോപിപ്പിച്ചാൽ ഗൾഫിനെ ഇരുട്ടിലാക്കുമെന്ന് ഇറാന്റെ ഭീഷണി. ശത്രുരാജ്യങ്ങളുടെ ഒഴിച്ചുള്ള കപ്പലുകൾക്ക് ഹോർമുസ് കടക്കാമെന്ന് ഇറാൻ. കടലിടുക്ക് പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ കടുത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. ഹോർമുസ് കടലിടുക്കിന് സമീപം കുടുങ്ങിക്കിടക്കുന്നത് നിരവധി കപ്പലുകൾ. യുദ്ധം ആരംഭിച്ച ശേഷം ആഗോള വിപണിയിൽ എണ്ണ വില ഉയർന്നത് 50%. നിലവിൽ ബാരലിന് $112. ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 9 രാജ്യങ്ങളിലായി 37 എണ്ണ ശുദ്ധീകരണശാലകൾക്കും വാതക പാടകങ്ങൾക്കും നാശനഷ്ടം. യുദ്ധം തുടങ്ങിയത് മുതൽ ഇറാൻ 400 ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചുവെന്ന് ഇസ്രായേൽ. 92% തകർത്ത് തരിപ്പണമാക്കി. ഖത്തർ സൈന്യത്തിന്റെ ഹെലികോപ്റ്റർ തകർന്ന് 6 മരണം. അമേരിക്കയിലെ ടെക്സസിൽ നിന്ന് പാചകവാതകവും റഷ്യയിൽ നിന്ന് എണ്ണയും ഇന്ത്യയിലെത്തി. കപ്പലുകൾ നങ്കൂരമിട്ടിരിക്കുന്നത് മംഗലാപുരത്ത്. പശ്ചിമേഷ്യൻ സാഹചര്യം ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി വിളിച്ച യോഗം പൂർത്തിയായി. CPM ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സ്മിത സുന്ദരേശൻ വർക്കലയിലെ BJP സ്ഥാനാർത്ഥി. സീറ്റ് BDSൽ നിന്ന് ഏറ്റെടുത്തു. രാജീവ് ചന്ദ്രശേഖർ ഷോൾ അണിയിച്ച് സ്മിതയെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. അഡ്വക്കേറ്റ് സ്മിത വർക്കല ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റും മുതിർന്ന CPM നേതാവ് സുന്ദരേശന്റെ മകളും. BJPയിലേക്ക് വരുന്നത് പ്രധാനമന്ത്രിയുടെ പ്രവർത്തികളിൽ ആകൃഷ്ടയായെന്ന് സ്മിത. രാഷ്ട്രീയ ചെറ്റത്തരമെന്ന പിണറായി വിജയന്റെ പരാമർശം തനിക്ക് അഭിമാനമെന്ന് G. സുധാകരൻ. ചെറ്റപ്പുരയിൽ താമസിക്കുന്നവർ പാവപ്പെട്ടവർ. പിണറായി മലയാളം പഠിക്കണം. ജയിക്കുന്ന സീറ്റിൽ നിന്നാൽ ആരും എത്ര വേണമെങ്കിലും ജയിക്കുമെന്നും ധർമ്മടം സീറ്റ് പരാമർശിച്ച് UDF ജനറൽ ബോഡിയിൽ സുധാകരന്റെ മറുപടി. തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഡീൽ വിവാദം. CPM സ്ഥാനാർത്ഥി പട്ടിക ഡീലിന്റെ ഭാഗമെന്ന് KC വേണുഗോപാൽ. പാലക്കാട് CPMഉം BJPയും ഡീലെന്ന ആരോപണത്തോട് പ്രതികരിച്ച മുന്നണികൾ. കോൺഗ്രസും CPMഉം തമ്മിലാണ് ഡീലെന്ന് രാജീവ് ചന്ദ്രശേഖർ. ഒരിടത്തും CPMന് ഡീലില്ലെന്ന് TP രാമകൃഷ്ണൻ. CPM ബന്ധം വിട്ട് കാരാട്ട് റസാഖ് വീണ്ടും മുസ്ലിം ലീഗിൽ. പാണക്കാട്ടെത്തി സാദിഖലി തങ്ങളെ കണ്ടു. തിരിച്ചുവരവിൽ ഉപാധികളിൽ നിന്ന് തങ്ങൾ. കൊടപ്പനയ്ക്കൽ തറവാട്ടുമുറ്റത്ത് വെച്ച് കാറിലെ മദ്രസ ബോർഡ് ചെയർമാൻ മദ്രസ ബോർഡ് അഴിച്ചുമാറ്റി റസാഖ്. മുഹമ്മദ് റിയാസിനെതിരെ ആരോപണം. LDF ചതിച്ചുവെന്ന് ലീഗിൽ തിരിച്ചെത്തിയ കാരാട്ട് റസാഖ് 2016 ബലാത്കാരമായി പിടിച്ചു കൂടെ കൂട്ടുകയായിരുന്നു. കൊടുവള്ളിയിലെ വികസനം PTA റഹീമും മുഹമ്മദ് റിയാസും ചേർന്ന് തടഞ്ഞു. 51 വെട്ടുവെട്ടിയാൽ 52ാമത്തെ വെട്ടിൽ ലീഗിനൊപ്പം ഉയർത്തെഴുന്നേൽക്കുമെന്നും റസാഖ്. ഇടതുപാളയം വിട്ട് റസാഖ് ലീഗിലേക്ക് മടങ്ങിയത് പാണക്കാട് സാദിഖലി തങ്ങളെ വീട്ടിൽ ചെന്ന് കണ്ട്. ഹിന്ദു MLA പരാമർശത്തിൽ കുരുങ്ങി B. ഗോപാലകൃഷ്ണൻ. നടപടിയെടുത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസെടുത്തു. വിവാദ വീഡിയോ നീക്കം ചെയ്തു. ഗോപാലകൃഷ്ണന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് തടസ്സമില്ല. കോഴിക്കോട്ട് ഷിഗല്ല രോഗവ്യാപനത്തിന്റെ ഉറവിടം കണ്ടെത്താൻ പരിശോധന. 51 പേർ രോഗലക്ഷണങ്ങളുമായി നിരീക്ഷണത്തിൽ. ഒരാൾ ആശുപത്രിയിൽ. പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ആരോഗ്യവകുപ്പ്. സംസ്ഥാനം ചുട്ടുപൊള്ളുന്നു.
11 ജില്ലകൾക്ക് മുന്നറിയിപ്പ്. താപനില 37 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയരും. ജാഗ്രത വേണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. നമുക്ക് വിശദമായ വാർത്തകളിലേക്ക് തന്നെ പോകണം. അതിൽ ഏറ്റവും പ്രധാനം ഗൾഫിനെ തീർക്കും, ഗൾഫിൽ ബ്ലാക്ക് ഔട്ട് ഉണ്ടാക്കുമെന്നുള്ള ഇറാന്റെ മുന്നറിയിപ്പ് തന്നെയാണ്. അമേരിക്ക ഇസ്രായേൽ ആക്രമണം തുടർന്നാൽ ഇറാനുമായി ബന്ധപ്പെട്ട് ആക്രമണം കടുപ്പിക്കും. അത് ഗൾഫ് രാജ്യങ്ങളിലേക്കാകും. വലിയ മുന്നറിയിപ്പ്, വലിയ ഭീഷണി ഗൾഫ് രാജ്യങ്ങൾക്ക് സംഭവിക്കുന്നു എന്നുള്ളത് ഏറ്റവും നിർണായകമായ ഒന്നാണ്. മറ്റൊന്ന്, ഇറാൻ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നു. അമേരിക്കയുടെ F-15 വിമാനം തകർത്തു. 48 മണിക്കൂറിനുള്ളിൽ ഹോർമുസ് എല്ലാ കപ്പലുകൾക്കുമായി തുറന്നു കൊടുക്കണമെന്ന ട്രംപിന്റെ അന്ത്യശാസനത്തിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഉള്ള ആക്രമണം ഉണ്ടായത്. ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങളെല്ലാം തകർക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ഇസ്രായേലിലും ഇറാൻ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. അമേരിക്ക ഇനി ആക്രമിച്ചാൽ ഗൾഫിനെ ബ്ലാക്ക് ഔട്ടിലാക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. മനു ഭരത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. മനു, ഇത് ഇപ്പോൾ അമേരിക്ക പറയുന്നത് ഏതാണ്ട് ഇറാനെ തീർത്തു എന്നാണ്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല. അവർ തുടർച്ചയായി ആക്രമണം നടത്തുന്നുണ്ട്. അമേരിക്കയുടെ അഭിമാന യുദ്ധവിമാനങ്ങളെ പോലും അടിച്ചിടുന്ന അവസ്ഥയുണ്ട്. ഇപ്പോൾ ഗൾഫിന് നേരെ ആക്രമണം കടുപ്പിക്കുമെന്ന് പറയുമ്പോൾ ഒട്ടും സുഖകരമല്ല കാര്യങ്ങളെന്ന് മനസ്സിലാക്കണം. ഞാൻ ഒരു മണിക്കൂർ മുമ്പ് ട്രംപിൻ്റെ സമൂഹ മാധ്യമമായി ട്രൂത്ത് സോഷ്യൽ നോക്കിയപ്പോൾ കണ്ടത്, ട്രംപ് വ്യക്തമാക്കുന്ന ഒരു കാര്യം ഇറാൻ അവസാനിച്ചു എന്നാണ്. ഇറാൻ്റെ മരണം ആണ് ട്രംപ് പ്രഖ്യാപിക്കുന്നത് ട്രൂത്ത് സോഷ്യലിലൂടെ. തൻ്റെ ഇറാൻ അവസാനിച്ചിരിക്കുന്നു. ഇനി അമേരിക്കയ്ക്കുള്ള ഏക ശത്രു അവിടുത്തെ തീവ്ര ഇടതുപക്ഷമായ ഈ പ്രത്യേകിച്ചൊരു കഴിവുമില്ലാത്ത കഴിവുകെട്ട ഡെമോക്രാറ്റിക് പാർട്ടി മാത്രമാണ്. ബാക്കി എല്ലാ ശത്രുക്കളും ബാക്കിയൊരു വലിയ ശത്രുവായിരുന്ന ഇറാനെ അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് ഡൊണാൾഡ് ജെ ട്രംപ് തൻ്റെ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരിക്കുകയാണ്. ഇത് എല്ലാ ഘട്ടത്തിലും ട്രംപ് പറയുകയാണ്. നേരത്തെ ഈ യുദ്ധം തുടങ്ങുന്ന ഘട്ടത്തിൽ ട്രംപ് പറഞ്ഞത് 4 ആഴ്ച കൊണ്ട് ഈ യുദ്ധം പൂർണ്ണ പര്യവസാനത്തിലേക്ക് നീങ്ങും, അത്രയും സമയത്തിനുള്ളിൽ ഇറാൻ നാമാവശേഷമാകും എന്നാണ്. പക്ഷേ ഇത് 4ാമത്തെ ആഴ്ചയാണ്. ഇപ്പോഴും കടുത്ത പ്രതിരോധം ഇറാൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു. മാത്രമല്ല, ഡിഗോ ഗാർസിയ പോലുള്ള ദ്വീപുകളിലേക്ക് 4000 കിലോമീറ്റർ ദൂരം താണ്ടിയുള്ള മിസൈൽ ആക്രമണം വരുമെന്ന ആശങ്ക ഒക്കെ അവിടെ നിലയുറപ്പിക്കുകയാണ്. അപ്പോൾ ട്രംപ് പറയുന്നിടത്തല്ല കാര്യങ്ങൾ എന്നാണ് ഇപ്പോൾ ബോധ്യമാകുന്നത്. ഏതായാലും ട്രംപ് ഒരു അന്ത്യശാസനം നൽകിയിരിക്കുന്നു. 48 മണിക്കൂറിനകം ഈ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കണമെന്നാണ് ട്രംപിൻ്റെ ആവശ്യം. പക്ഷേ ആ ട്രംപ് ഈ അൾട്ടിമേറ്റവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ കടുത്ത വില നൽകേണ്ടി വരും എന്നാണ് ഇറാൻ തുടർച്ചയായി പറയുന്നത്. വെറുതെ ഇരിക്കില്ല എന്ന ഒരു നിലപാട് ഇറാൻ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇന്നിപ്പോൾ ഈ ഗൾഫിൽ ഉടനീളം ഈ ആക്രമണങ്ങൾ നടന്നതിൻ്റെ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. സൗദി അറേബ്യ 60-ലധികം ഡ്രോണുകളെയാണ് ഇന്ന് ഇൻ്റർസെപ്റ്റ് ചെയ്തത്, അവ നിർവീര്യമാക്കിയത് എന്നതിൻ്റെ കണക്കുകൾ വരുന്നു. സൗദി അറേബ്യയുടെ ഈസ്റ്റേൺ പ്രോവിൻസിന് നേരെയാണ് ഈ ആക്രമണം ഉണ്ടായത്. ഒപ്പം തന്നെ അവിടേക്ക് 3 ബാലിസ്റ്റിക് മിസൈൽ റിയാദിലേക്ക് വന്നു എന്നാണ് ഒരു വിവരം പുറത്തു വരുന്നത്. പക്ഷേ അതെല്ലാം ആകാശത്ത് വെച്ച് തന്നെ നിർവീര്യമാക്കാൻ കഴിഞ്ഞു. ജനവാസമില്ലാത്ത മേഖലകളിൽ അത് ചെന്ന് അതിൻ്റെ അവശിഷ്ടങ്ങൾ പതിച്ചു എന്നാണ് പറയുന്നത്. മാത്രവുമല്ല, സൗദി അറേബ്യ ഈ ഇറാൻ്റെ ഡിപ്ലോമാറ്റിക് സ്റ്റാഫ്, അതുപോലെ മിലിറ്ററി അറ്റാഷെ ഒക്കെ എല്ലാവരെയും പേഴ്സൺ നോൺ ഗ്രാറ്റയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവർ അടുത്ത 24 മണിക്കൂറിനകം ഈ രാജ്യം വിട്ട് പോകണം എന്നതാണ് അവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഖത്തറും നമുക്കറിയാം സമാനമായ രീതിയിൽ ഇത് ബുധനാഴ്ച ചെയ്തിരുന്നു. ബഹ്റിനിൽ ഇറാൻ മിസൈലുകൾ അവിടുത്തെ US ബേസിലേക്ക് വന്നതിൻ്റെ വിവരങ്ങൾ ഉണ്ട്. ഒപ്പം തന്നെ അവിടെ അൽ മിൻഹാദ് ബേസിലേക്കാണ് അവിടെ ആക്രമണം നടന്നത്. UAEയും അതുപോലെ അലി അൽ സലീം എയർബേസ് കുവൈറ്റ്, അതുപോലെ അൽ മിൻഹാദ് ബേസ് UAEയിലൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഒക്കെ ആക്രമണങ്ങൾ നടന്നു. ബഹ്റിൻ മിലിറ്ററി പറയുന്നത് അത് 143 മിസൈലുകൾ തടഞ്ഞു, 242 ഡ്രോണുകൾ തടഞ്ഞു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഖത്തർ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് പറയുന്നത് അവിടെയെല്ലാം പരിശോധന നടക്കുന്നു. അതിൻ്റെ ഒരു ഹെലികോപ്റ്ററിന് ഒരു സാങ്കേതിക പ്രശ്നമുണ്ടായി, അത് തകർന്നതിൻ്റെ വിവരങ്ങൾ വരുന്നു. അങ്ങനെ ഒപ്പം ഈ ഖത്തറിൻ്റെ സൈനിക ഹെലികോപ്റ്റർ അല്ലേ, അതാണ് കടലിൽ തകർന്നു വീണത്. 6 പേർ മരിച്ചു എന്ന വിവരമുണ്ട്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഈ ആക്രമണത്തിൻ്റെ ഭാഗമാണോ,
ഒപ്പം ലെബനനിലെ എല്ലാ പാലങ്ങളും തകർക്കാൻ ഇസ്രായേൽ ഉത്തരവിട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇതിന് പിന്നാലെ പല പാലങ്ങളിലും മിസൈൽ പതിക്കുന്നുണ്ട്. സൗദിക്ക് നേരെ വീണ്ടും ഇറാന്റെ ആക്രമണം സംഭവിക്കുന്നുണ്ട്. റിയാദ് നഗരം ലക്ഷ്യമിട്ട് വന്ന മിസൈൽ സൗദിയുടെ പ്രതിരോധ സംവിധാനം നിർവീര്യമാക്കിയെന്ന വിവരം പുറത്തു വരുന്നുണ്ട്. UAEയും സൗദിയും അടക്കം ഗൾഫ് രാജ്യങ്ങളെല്ലാം അതീവ ജാഗ്രത ഇപ്പോൾ പ്രഖ്യാപിച്ച പശ്ചാത്തലമുണ്ട്. ഇറാന്റെ 4 ബാലിസ്റ്റിക് മിസൈലുകളും 25 ഡ്രോണുകളും തകർത്തുവെന്ന് UAE വ്യക്തമാക്കുന്ന പശ്ചാത്തലമുണ്ട്. അങ്ങനെ ഈ യുദ്ധം ആരംഭിച്ച സമയം മുതൽ 345 ബാലിസ്റ്റിക് മിസൈലുകളും 1773 ഡ്രോണുകളും UAE നിർവീര്യമാക്കുന്നു. ഈ ആയുധ സംവിധാനങ്ങളൊക്കെ ഇറാന്റെ അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോഴും വലിയ ആക്രമണത്തിന് അല്ലെങ്കിൽ ഇത്തരം പുതിയ സംവിധാനങ്ങൾക്ക് ഇറാനെ പ്രാപ്തരാക്കുന്ന എന്താണ്? അമേരിക്കയുടെ ഇറാനെ തകർത്തുവെന്ന ആത്മവിശ്വാസത്തിന് അടിസ്ഥാനമില്ലല്ലോ. അത് ഡൊണാൾഡ് ട്രംപ് സമൂഹ മാധ്യമമായ ഈ ട്രൂത്ത് സോഷ്യലിൽ ഇങ്ങനെ ഇടതടവില്ലാതെ താൻ വിജയിച്ചു, ഇറാൻ അവസാനിച്ചു എന്നൊക്കെ പറയുമ്പോഴും തുടർച്ചയായുള്ള ആക്രമണം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നത് ഇവിടെ ശ്രദ്ധേയമാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ ഇതിന് മുന്ന് വന്ന ഒരു ട്വീറ്റ് വളരെ രസകരമാണ്. ഇഫ് ഇറാൻ ഡസ് നോട്ട് ഫുള്ളി ഓപ്പൺ വിത്തൗട്ട് ത്രെറ്റ് ദ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് വിത്തിൻ 48 hours എന്നൊക്കെ പറഞ്ഞ് 48 മണിക്കൂർ സമയം കൊടുക്കുകയാണ്. അമേരിക്ക വിൽ ഹിറ്റ് ആൻഡ് ഒബ്ലിറ്ററേറ്റ് എന്നാണ് പറയുന്നത്. അത് അടിച്ച് തകർക്കും എന്നുള്ള ഒരു പ്രയോഗമാണ് ട്രംപ് ഇത് മുന്നോട്ട് വയ്ക്കുന്നത്. വേരിയസ് പവർ പ്ലാന്റ് സ്റ്റാർട്ടിങ് വിത്ത് ദ ബിഗസ്റ്റ് വൺ ഫസ്റ്റ് എന്നാണ്. അതായത് ഊർജ്ജ കേന്ദ്രങ്ങൾ ആദ്യം, ഏറ്റവും വലിയ ഊർജ്ജ കേന്ദ്രം ആദ്യം എന്നൊരു പ്രയോറിറ്റി വെച്ച് അതെല്ലാം അടിച്ച് തകർക്കും എന്ന് ട്രംപ് പറയുന്നു. പക്ഷേ ഇത് ട്രംപ് താങ്കൾ എപ്പോഴും ഒരാഴ്ച കൊണ്ട് അപ്പുറത്തേക്ക് കരുതിയിരുന്ന ആക്രമണം ഒരാഴ്ച മുന്നേ തീർത്തു എന്നൊക്കെയുള്ള തരത്തിൽ തുടർച്ചയായി ഇത് വയ്ക്കുന്നു, നിലപാടുകൾ വയ്ക്കുന്നു. ഇറാന് ഒരു ഡീൽ ഉണ്ടാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ സമീപിക്കുന്നു. പക്ഷേ ഇറാൻ നേതൃത്വം പറയുന്നത് ഞങ്ങൾ അങ്ങനെ ഒരു ഡീലിന് യാതൊരു തരത്തിലുള്ള ഒരു മുന്നൊരുക്കമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നേതൃത്വമോ നൽകുന്ന ഒരു രീതി ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതിനൊരു മുൻകൈ ഇറാൻ എടുത്തിട്ടില്ല എന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ഈ US മിലിറ്ററി പറയുന്നത് 5000 പൗണ്ട് ഏതാണ്ട് 220 കിലോ ബോംബ് ഇറാൻ്റെ അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റികൾ തകർക്കാനായി, അതുപോലെ ആൻറ്റിഷിപ്പ് ക്രൂയിസ് മിസൈൽ സംവിധാനങ്ങൾ ഒക്കെ സൂക്ഷിക്കുന്ന മൊബൈൽ മിസൈൽ ലോഞ്ചറുകൾ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളൊക്കെ തകർക്കാനായി താൻ ഉപയോഗിച്ചു എന്ന് ഈ അഡ്മിറൽ ബ്രാൻഡ് കൂപ്പർ, അവരുടെ കമാൻഡറാണ് US സെൻട്രൽ കമാൻഡിൻ്റെ, അദ്ദേഹം വ്യക്തമാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇസ്രായേലും സമാനമായ രീതിയിലുള്ള ആക്രമണം നടത്തുന്നു. ഇസ്രായേൽ ഡിഫൻസ് സംവിധാനം വലിയ തോതിൽ ആക്രമണങ്ങൾ നടത്തി എന്ന് ഡിമോണ, ആറത്ത് തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് അവിടെ ചില ആക്രമണങ്ങൾ നടന്നു എന്ന തരത്തിൽ ഇറാനിയൻ മിസൈൽസ് വന്നു എന്നവർ പറയുന്നു. IRCG പറയുന്നത് ഇസ്രായേൽ മിലിറ്ററി ഇൻസ്റ്റലേഷൻസും സെക്യൂരിറ്റി സെൻറ്റേഴ്സും അറാദിലെയും ഡിമോണയിലെയും ഇലിയറ്റിലെയും ബീർഷേബയിലെയും ഒക്കെ തകർത്തു എന്ന തരത്തിലൊക്കെയുള്ള പ്രതികരണങ്ങൾ അവിടുന്ന് വരുന്നു. ഏതായാലും നെതന്യാഹു ഒരു കാര്യം വ്യക്തമാക്കുന്നത് അവിടുത്തെ ഈ അടിയന്തര സാഹചര്യങ്ങൾ കുറെ കൂടി ശക്തമാക്കുക, ഒപ്പം ഈ രക്ഷാപ്രവർത്തനങ്ങൾ കുറെ കൂടി ഊർജിതമാക്കുക എന്ന നെതന്യാഹു ഇന്ന് പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആശങ്കകളൊക്കെ ജനങ്ങൾക്ക് അത് സ്ഥിരീകരിക്കത്ത രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഡീഗോ ഗാർഷിയിലേക്ക് ആക്രമണം നടത്തിയ പശ്ചാത്തലത്തിൽ കൂടുതൽ ദൂരപരിധിയിൽ പ്രഹരമേൽപ്പിക്കാൻ ഇറാൻ സജ്ജമായിട്ടുണ്ട്, സംശയമില്ല. അത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും യുദ്ധം വ്യാപിക്കുന്നുവെന്ന വിവരം ചെറിയ പ്രശ്നമല്ല. കാരണം നമുക്കറിയാം അതൊക്കെ വളരെ തന്ത്രപ്രധാനമായ മേഖലകളാണ്. മനു, ഇവിടെ യൂറോപ്യൻ രാജ്യങ്ങളെ വരെ ഇറാൻ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള നെതന്യാഹുവിൻ്റെ പരാമർശവും ഗൗരവതരമാണ്. അതായത് അന്തം വിട്ട ഒരു രാജ്യം എന്തും ചെയ്യുമെന്ന് പറയുന്നത് പോലെ ഇത്തരത്തിൽ അമേരിക്കയോ ഇസ്രായേലോ വീണ്ടും ആക്രമണം തുടർന്നാൽ ഗൾഫ് കൺട്രീസിനെ മാത്രമല്ല മറ്റു മേഖലകളിലേക്കും വ്യാപിപ്പിച്ചേക്കാമെന്നുള്ള സൂചനകൾ തരികയാണ് ഇറാൻ. രണ്ട് തരത്തിലാണ് ഇറാൻ ഈ ഘട്ടത്തിൽ പ്രതികരിക്കുന്നത്. ഒന്ന്, ഇറാൻ പ്രസിഡന്റ് അവരുടെ സഹോദര രാജ്യങ്ങൾക്ക് നേരെ നടന്ന ആക്രമണത്തിൽ ക്ഷമാപണം നടത്തുന്നു. അമേരിക്കൻ കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചാണ് തങ്ങളുടെ ആക്രമണമെന്ന് തുടരെ പറയുന്നു, ക്ഷമാപണം നടത്തുന്നു. അതൊക്കെ ശരി തന്നെ. പക്ഷേ മറുവശത്ത് ഈ ടിറ്റ് ഫോർ ടാറ്റ് എന്ന തരത്തിൽ അത് ഒരു കൃത്യമായ ഒരു ആക്രമണം മറുപടി എല്ലാ ഘട്ടങ്ങളിലും കൊടുക്കുന്നു. മറ്റൊന്ന് രഞ്ജിത്ത്, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹെസ്ബുള്ള ഇറാനെ പിന്തുണച്ചുകൊണ്ട് നിരന്തരമായി ഈ യുദ്ധമുഖത്തുണ്ട്. ഹെസ്ബുള്ള ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് അവരുടെ സദേൺ ലെബനനിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തി. അതിന് തുടർച്ചയായി മോട്ടോർ അറ്റാക്കുകൾ ഉണ്ടായിരുന്നു.
അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് തിരിച്ചടി നൽകി എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഇറാഖിലെ പറയുന്നത് 21 ആക്രമണങ്ങൾ US ബേസുകൾക്ക് നേരെ നടത്തി എന്ന് പറയുന്നു. അതോടൊപ്പം എർബിൽ എയർപോർട്ടിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തി അൽ സൈദ ഏരിയയിൽ ബാഗ്ദാദിന് സമീപത്ത് നിന്ന് അവിടേക്ക് വന്ന ആക്രമണങ്ങൾ തടയാൻ കഴിഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള പ്രതികരണങ്ങൾ. അപ്പോൾ ഹെസ്ബുള്ള സഹായത്തിന് വരുന്നു, മറ്റ് ചില ശക്തികളുമൊക്കെ ഇറാൻ്റെ സഹായത്തിന് വരുന്നു. ഇവരെല്ലാം സുശക്തരായി തന്നെ തിരിച്ചടിക്കുന്നു എന്നതാണ് ഇതിലെ ഒരു സുപ്രധാനമായ കാര്യം. പക്ഷേ ട്രംപ് തികഞ്ഞ ആത്മവിശ്വാസം നടിക്കുമ്പോൾ തന്നെ ട്രംപ് ആശങ്കഭരിതനാണ് എന്ന ഒരു സൂചനയാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. കാരണം ട്രംപ് ഇങ്ങനെ തുടരെ താൻ ജയിച്ചു കഴിഞ്ഞു എന്നിങ്ങനെ പറയുമ്പോഴും അത് അവസാനിക്കുന്നില്ല. ഇറാൻ ഏതെങ്കിലും തരത്തിൽ വഴങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷേ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് വലിയ തോതിൽ ഒരു നയതന്ത്ര വിജയം നേടാൻ കഴിയുന്നു. ഹോർമുസ് കടലിടുക്ക് പിന്നിട്ടുകൊണ്ട് നമ്മുടെ LPG ടാങ്കറുകൾ വരുന്നു, മുന്ദ്ര പോർട്ടിലേക്ക് വരുന്നു, അതുപോലെ ഗുജറാത്തിലേക്ക് വരുന്നു. ഇതൊക്കെ ചെയ്യാൻ രാജ്യത്തിന് കഴിയുന്നു. പക്ഷേ അതേസമയം അമേരിക്കയോടുള്ള കടുത്ത നിലപാട് തന്നെ ഇറാൻ എടുക്കുന്നു. ഹോർമുസ് കടലിടുക്ക് പെട്ടെന്ന് മാറുമെന്ന് തോന്നുന്നില്ല. 170 ദശലക്ഷം ബാരലുകളാണ് ഇത്തരത്തിൽ കപ്പലിൽ പലയിടങ്ങളിലായി കുരുങ്ങിക്കിടക്കുന്നത്. ഇതെല്ലാം മനു 50% ഈ യുദ്ധം ആരംഭിച്ച ശേഷം എണ്ണവിലയിൽ വർധനമുണ്ടായത്. നിരവധി എണ്ണപ്പാടങ്ങളും ഈ വാതക മേഖലകളും ഒക്കെ തകർത്ത പശ്ചാത്തലമുണ്ട്. അത് ഇരുപക്ഷത്തു നിന്നും, അതായത് ഇറാൻ്റെ എണ്ണപ്പാടങ്ങൾ തകർക്കുന്നു, മറുവശത്ത് ഇറാൻ ഖത്തർ പോലെയുള്ള സ്ഥലങ്ങളിൽ കയറി അടിക്കുന്നു. ഈ ആഗോള തലത്തിൽ ഇനിയും അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രധാന പ്രശ്നം ദീർഘകാലത്തേക്ക് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രധാന പ്രശ്നം എണ്ണയുടെ ലഭ്യതക്കുറവാണ്. ഖത്തർ തന്നെ പറയുന്നത് 18% തങ്ങളുടെ കയറ്റുമതിക്കുള്ള എണ്ണ നശിച്ചു കഴിഞ്ഞു ഇതിനകം തന്നെ. അത് സംഭവിപ്പിക്കാൻ പോകുന്നത് ലോകരാജ്യങ്ങളെ ആഗോളതലത്തിൽ വ്യാപിക്കുന്ന വിധത്തിലുള്ള പ്രശ്നങ്ങളിലേക്കാണ്. എണ്ണവില ഉടനെയൊന്നും കുറയാനുള്ള സാധ്യതകളും നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കില്ല. രഞ്ജിത്ത് സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. നമുക്കറിയാം ഏതാണ്ട് ഒരു 20% ഈ LPGയും ഒക്കെ ഈ വഴി തന്നെയാണ്, ഹോർമുസ് കടലിടുക്ക് വഴി തന്നെയാണ് വരുന്നത്. രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ ഈ ക്രൂഡ് ഓയിലിൻ്റെ വില $70 പെർ ബാരലിൽ നിന്ന് ഇപ്പോൾ ഏതാണ്ട് ബ്രെൻറ്റിന് തന്നെ 112.19 ഒരു ബാരലിന് ഉയരുകയാണ്. അപ്പോൾ ഇത് വളരെ ശക്തമായ ഒരു വിലക്കയറ്റം എന്ന് തന്നെ പറയാം. ഇന്ത്യയൊക്കെ ഇത് വലിയ ഗൗരവത്തിലെടുക്കുന്നു. രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ന് മുതിർന്ന മന്ത്രിമാർ, പ്രത്യേകിച്ച് രാജ്നാഥ് സിംഗ്, അതുപോലെ ശിവരാജ് സിംഗ് ചൗഹാൻ, ജയശങ്കർ, നിർമ്മല സീതാരാമൻ, JP നദ്ദ, പീയൂഷ് ഗോയൽ തുടങ്ങിയുള്ള മന്ത്രിമാർ, അശ്വിനി വൈഷ്ണവ് എല്ലാം തന്നെ ഈ ഒരു ഉന്നതതല യോഗം ഇന്ന് ചേർന്ന് ഇന്ത്യയിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുകയാണ്. ഈ യോഗത്തിൽ സർബാനന്ദ സോനോവാൾ ഈ തുറമുഖ മന്ത്രി എന്ന നിലയിൽ പങ്കെടുക്കുന്നു. അതുപോലെ ഊർജ്ജമന്ത്രി എന്ന നിലയിൽ മനോഹർലാൽ ഖട്ടാറും, അതുപോലെ ഭക്ഷ്യസുരക്ഷാ മന്ത്രി എന്ന നിലയിൽ പ്രഹ്ലാദ് ജോഷിയും ഒക്കെ അവിടെ ഉണ്ട്. ഒപ്പം തന്നെ ഈ രാംമോഹൻ നായിഡു സിവിൽ ഏവിയേഷൻ മന്ത്രിയുണ്ട്. അജിത് ദോവൽ പങ്കെടുക്കുന്നുണ്ട്. ഹർദീപ് സിംഗ് പൂരി പെട്രോളിയം മന്ത്രി സ്വാഭാവിക യോഗത്തിൻ്റെ ഭാഗമാണ്. PK മിശ്ര, ശക്തികാന്ത് ദാസ് തുടങ്ങിയ പ്രധാനമന്ത്രിയുടെ 2 പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ ഒക്കെ ഈ യോഗത്തിൽ പങ്കെടുത്ത് വളരെ കൂലങ്കഷമായി നമ്മുടെ സാഹചര്യം പരിശോധിക്കുകയാണ്. രാജ്യം ഏത് തരത്തിൽ ഈ പ്രതിസന്ധി അതിജീവിക്കുന്നു. ഇത് ഇന്ത്യയുടെ മാത്രം കാര്യമല്ല, ഇത് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ സമാനമായ രീതിയിൽ ഈ വെസ്റ്റ് ഏഷ്യൻ ക്രൈസിസിനെ ഉറ്റുനോക്കുന്നു. ഇത് ഏത് തരത്തിലുള്ള ഒരു ഊർജ്ജ പ്രതിസന്ധി ലോകത്തിന് വരുത്തുമെന്നത് സംബന്ധിച്ച് ആശങ്ക നിലനിൽക്കുന്നു. ഇത് ഇറാനെ പെട്ടെന്ന് അങ്ങനെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനാകും എന്ന ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് കരുതാനാവില്ല. F-15 വിമാനം ഒന്ന് അടിച്ച് താഴെയിട്ടു എന്നാണ് ഇറാൻ്റെ ഇന്ന് പ്രഖ്യാപനം. അമേരിക്കയുടെ F-15 വിമാനം ആക്രമിച്ച് താഴെയിടുക എന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അത് തങ്ങൾക്ക് കഴിഞ്ഞു എന്നാണ് ഈ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ IRGC നേതൃത്വം പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇറാനിൽ അങ്ങനെ ഒരു ഭയം കാണുന്നില്ല, ഇറാന് അങ്ങനെ പതർച്ച കാണുന്നില്ല. നേരത്തെ ട്രംപ് തുടരെ ഇടവിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാര്യം, ഇറാനിലെ ജനാധിപത്യവാദികളായ ജനങ്ങളെല്ലാം തെരുവിലിറങ്ങണം, അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ഒക്കെ മുൻകൈ എടുക്കണം എന്നൊക്കെ ട്രംപിൻ്റെ ആഹ്വാനമുണ്ട്. പക്ഷേ ഈ യുദ്ധം തുടങ്ങി ഫെബ്രുവരി 28-നാണല്ലോ. ഇപ്പോൾ 4 ആഴ്ചകൾ കഴിഞ്ഞു. 4ാമത്തെ ആഴ്ചയിലേക്ക് ഇത് കടക്കുമ്പോൾ സ്വാഭാവികമായും 4 ആഴ്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 4ാമത്തെ ആഴ്ചയിൽ കടന്നിട്ടും അത്തരത്തിലുള്ളൊരു നീക്കം അവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇറാൻ അവരുടെ സർവ്വശക്തിയും സംഭരിച്ച് ആക്രമിക്കുന്നു. ഇനി ഈ ട്രംപ് ഈ നിലപാട് തുടർന്നാൽ
തങ്ങൾക്ക് സമീപത്തുള്ള കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം കൂടുതൽ ശക്തമാക്കേണ്ടി വരും എന്ന മുന്നറിയിപ്പ് ഇറാൻ നൽകുകയും ചെയ്യുന്നു. ഏതായാലും ആഗോള പ്രതിസന്ധി രൂക്ഷമായി തന്നെ തുടരുന്നു. അപ്പോൾ ലോകരാജ്യങ്ങളെല്ലാം സമാധാനം ആഗ്രഹിക്കുന്നു. ഇന്ത്യ നമുക്കറിയാം, ഇന്നലെ പ്രധാനമന്ത്രി ഇറാൻ പ്രസിഡന്റുമായി ചർച്ച ചെയ്തു. അതുപോലെ വിദേശകാര്യമന്ത്രി അവിടെ അബ്ബാസ് അരാങ്ചിയുമായും ചർച്ച ചെയ്തു. ജയശങ്കർ ഈ പശ്ചിമേഷ്യൻ സാഹചര്യമൊക്കെ ചർച്ച ചെയ്ത് സമാധാനത്തിലേക്ക് വരണം എന്നൊരാവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ബ്രിക്സ് രാജ്യങ്ങൾ അമേരിക്കൻ അധിനിവേശത്തിനെതിരെ ഇടപെടണം എന്ന് അവരിങ്ങോട്ട് ആവശ്യപ്പെടുന്നുണ്ട്. സ്വാഭാവികമായി ഇന്ത്യയും ഇതിൽ ഒരു നിർണായകമായ ഒരു റോൾ എടുക്കാൻ, ഒരു പങ്ക് വഹിക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ബ്രിക്സ് രാജ്യങ്ങൾ കൂടുതൽ ശക്തമായി ഇടപെടണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഇത് ഏത് തരത്തിൽ പരിഹരിക്കാനൊക്കെ ശ്രമം തീർച്ചയായും അതുകൊണ്ട് അവിടെയാണ് എന്തും തന്റെ പരിധിക്ക് വരും എന്ന ആത്മവിശ്വാസത്തിലുണ്ടായിരുന്ന, ഏത് യുദ്ധവും തീർക്കാൻ തനിക്ക് പ്രാപ്തിയുണ്ട് എന്ന് പറഞ്ഞിരുന്ന, ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് മതി ലോകത്ത്, ഞങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ്, ഞങ്ങളുടെ കൂടെയുള്ള ആളുകൾ പോലും സഹായിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ വിജയിക്കുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും അതനുസരിച്ച് മുമ്പോട്ട് പോവുകയും പല രാജ്യങ്ങളുടെയും യുദ്ധത്തിനെതിരെ എന്ന് പറയുമ്പോഴും നമുക്കറിയാം പല യുദ്ധങ്ങളിലും കാർമ്മികത്വം വഹിക്കുന്ന ട്രംപിന് അടിതെറ്റുന്നത് ഇറാന് മുന്നിൽ. ഇറാനെ 3 ആഴ്ച കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞ ട്രംപാണ് ഇപ്പോൾ മറ്റ് രാജ്യങ്ങളുടെ സഹായം കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളുടെ സഹായം വേണം എന്ന് പറയുന്നു. തങ്ങൾക്കൊപ്പം നിൽക്കുന്ന മറ്റ് സഖ്യകക്ഷികളോട് പറയുന്നു ഹോർമൂസിലടക്കം കപ്പൽ പാത പൂർണ്ണമായും തുറന്നു കൊടുക്കാൻ ഇടപെടണമെന്ന് പറയുന്നു. ഞങ്ങൾ ഒറ്റയ്ക്ക് വിചാരിച്ചതെല്ലാം സാധിക്കുമെന്ന് പറഞ്ഞ ട്രംപിന് ഇസ്രായേലിനെ പോലും വിലക്കേണ്ടി വരുന്ന പശ്ചാത്തലമാണ് ഈ വാതകപ്പാടങ്ങളും മറ്റും ആക്രമിക്കുന്ന കാര്യത്തിലും മറ്റും. അങ്ങനെ ട്രംപിന് അടിതെറ്റുന്ന വളരെ പ്രധാനപ്പെട്ട കാഴ്ചയ്ക്ക് കൂടി സാക്ഷ്യം വഹിക്കുകയാണ്. ഒരുപക്ഷെ ട്രംപിൻ്റെ ശത്രുക്കളായ ഒരുപാട് രാജ്യങ്ങൾ ചിരിക്കുന്നുണ്ടാവും. ട്രംപിൻ്റെ സഖ്യകക്ഷികൾ പോലും ട്രംപിൻ്റെ അഹങ്കാരം ഒന്ന് കുറയട്ടെ എന്ന് വിശ്വസിക്കുന്നുണ്ടാകും. അങ്ങനെ എല്ലാം തൻ്റെ പരിധിയിൽ, തൻ്റെ അധികാര പരിധിയിൽ എന്ന് വിശ്വസിച്ചിരുന്ന ലോക പോലീസിന് പൂർണ്ണമായും അടിതെറ്റുകയാണ് ഇറാന് മുന്നിൽ എന്നുള്ളതാണ്. ഈ ആയുധ സംവിധാനങ്ങളും മിസൈലുകളും അവരുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ നശിപ്പിച്ചു എന്ന് പറയുമ്പോഴും ഇറാനിൽ നിന്ന് ആക്രമണങ്ങൾ വരുന്നു. നിരവധി കിലോമീറ്ററുകൾ പിന്നിട്ട് മിസൈലുകൾ പോലും പല മേഖലകളിലും വന്ന് വീഴുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുന്നതൊക്കെ ആരുടെ വീഴ്ചയാണ് എന്നുള്ളത് കാത്തിരുന്ന് കാണും. അതിനൊപ്പമാണ് മനു, ഈ US-ന് ഉണ്ടാകുന്ന യുദ്ധച്ചിലവ് ചില്ലറയല്ലത്. അവരുടെ ഒരു സാമ്പത്തിക സ്ഥിതിയൊക്കെ വലിയ തോതിൽ GDP ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനൊക്കെ അപ്പുറമാണെങ്കിൽ പോലും ഈ ചിലവെല്ലാം കൂടി ഒരു രാജ്യം വഹിക്കുക എന്നുള്ളതിൻ്റെ പ്രശ്നം കൂടി ഭാവിയിൽ അതിനും ട്രംപ് ഉത്തരം പറയേണ്ടി വരും. യുദ്ധം രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഏതൊരു രാജ്യത്തിനും അങ്ങനെ ഗുണകരമാകുന്ന ഒന്നല്ല. പ്രത്യേകിച്ച് ട്രംപ് ഇതിനുവേണ്ടി ചിലവാക്കുന്ന തുക, അതിൻ്റെ മുഴുവൻ ഭാരവും അമേരിക്കൻ എക്സ്ചക്കറിലേക്ക്, ഖജനാവിലേക്ക് വരും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇവിടെ ട്രംപിന് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ചില പ്രയാസങ്ങൾ നേരിട്ടത് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ജർമ്മനിയൊക്കെ ഈ ഘട്ടത്തിൽ ട്രംപിനോടൊപ്പം നിന്ന് ഈ യുദ്ധത്തിൽ പങ്കെടുക്കും എന്ന് ഒരു ഘട്ടത്തിൽ അദ്ദേഹം ധരിക്കുന്നുണ്ട്, ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെയൊക്കെ വന്നേക്കുമെന്ന ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പല രാജ്യങ്ങളും സമാധാനമാണ് കൂടുതൽ അഭികാമ്യം എന്ന തരത്തിലേക്ക് ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലിയൊക്കെ നിലയുറപ്പിക്കുകയാണ്. നേരത്തെ സൈപ്രസിലേക്ക് ഇറാൻ നടത്തിയ ഒരു ആക്രമണത്തെ അവലംബിച്ചുകൊണ്ട് നാറ്റോ വന്നിരുന്നു. നാറ്റോ അതിൻ്റെ വിശദാംശങ്ങൾ ആരായുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ നാറ്റോ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾ ഈ ആക്രമണത്തിൽ അണിചേരും എന്നൊക്കെ ഉള്ള ഒരു പ്രതീക്ഷ ട്രംപിന് ഉണ്ടായിരുന്നു. പക്ഷേ അവിടുന്നൊക്കെ കാര്യങ്ങൾ മാറുകയാണ്. ഇപ്പോൾ ഈ IRGC-യുടെ എയർസ്പേസ് ഫോഴ്സിൻ്റെ ചീഫ് സെയ്ദ് മജീദ് ഇപ്പോൾ ഇത് സംബന്ധിച്ച തങ്ങൾക്ക് ഈ ഇറാന് മുകളിലുള്ള ആകാശത്തിൽ, എയർ സ്പേസിൽ ടോട്ടൽ കൺട്രോളാണ്, അതങ്ങനെ പെട്ടെന്ന് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ ലോകത്തിപ്പോൾ തുർക്കിയുടെ ഫോറിൻ മിനിസ്റ്റർ ഹക്കൻ ഫിദാൻ ഉൾപ്പെടെയുള്ള ആളുകൾ സമാധാന ദൗത്യവുമായി വരുന്നുണ്ട്. തീർച്ചയായും മനു, സമയക്കുറണ്ട് ഇടപെടുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ ലോകരാജ്യങ്ങളുടെ ഭാഗത്തുണ്ട്. അതിനെതിരെ ടെക്സസിൽ നിന്നും LPG-യുമായി കൂറ്റൻ ചരക്ക് കപ്പൽ പിക്സസ് പയനീർ മംഗലാപുരം തുറമുഖത്തെത്തി. രാവിലെ 6 മണിയോടെയാണ് എത്തിയത്. 47,236 ടൺ LPG ഉണ്ട് ഈ കപ്പലിൽ. റഷ്യൻ അസംസ്കൃത എണ്ണയുമായി അക്വാ ടൈറ്റൻ എന്ന കപ്പലും മംഗലാപുരത്ത് എത്തിയിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.